ഹലോ ഗൈസ്, അപ്പോൾ ഞാനിന്ന് എൻ്റെ രാവിലത്തെ കുറച്ച് മനോഹര നിമിഷങ്ങളൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കുക്കറിൽ. അപ്പോഴാണ് തേങ്ങ വറുത്തരച്ചാൽ നല്ല രസമുണ്ടാവും ചിക്കൻ കറിക്കും. പത്തിരി ചപ്പാത്തീൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങയൊക്കെ ഇതാ വറുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലും ജസ്റ്റ് ഞാനിവിടെ റാക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്. ഒക്കെ സിങ്ക് ഇങ്ങനെ നടുക്കായതുകൊണ്ട് നല്ല നനവുണ്ട് എല്ലായിടത്തും. പിന്നെ ഈ പേരയ്ക്ക കണ്ടില്ലേ, ഇതൊന്ന് രാവിലെ ഞങ്ങളെ മുറ്റത്തെ പേരയ്ക്ക മരത്തിൽ നിന്ന് കിട്ടിയതാട്ടോ. ശ്രീകുട്ടി പോയി പറിച്ചുകൊണ്ട് എന്താണ് ഏകദേശം പേരയ്ക്കൊക്കെ കഴിയാനായിട്ടുണ്ട് കേട്ടോ. മക്കൾസിന് വേണ്ടിയിട്ട് ഇതാ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വെള്ളം തിളപ്പിച്ച് വെച്ചതാണ്. ആവി പോകാൻ വേണ്ടിയിട്ട് തുറന്ന് വെച്ചു. വെള്ളം നല്ലോണം ആവശ്യമാണല്ലോ, ഇപ്പോൾ നല്ല ചൂടല്ലേ. അപ്പോൾ ചോറിന് വേണ്ടി വെള്ളം വെച്ചതായിരുന്നു ചെമ്പിൽ. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം മുക്കിയിട്ട് വേണം അരി ഇടാനായിട്ട്. പിന്നെ ഇതാ ഫ്ലോറൊക്കെ ആകെ ചണ്ടിയായിട്ടുണ്ട് കേട്ടോ. കാരണം ഉള്ളിത്തോലാണ് ചിക്കൻ കറി ഉണ്ടാക്കാൻ ഉള്ളിയൊക്കെ പൊഴിച്ചെന്ന് മക്കളാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇവിടെ ഇട്ടിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ ഇത് അരി കഴുകാനായിട്ട് അരി കഴുകി ചോറിന് അരി ഇടാം. കാരണം രാവിലെ ചോറ് വേഗം അങ്ങോട്ടാവും, പിന്നെ കറി എന്താണെന്നുള്ളൊരു ആലോചന ഉണ്ടാവും. അപ്പോൾ കുറച്ച് സാവധാനം വെക്കാൻ വിചാരിച്ചിട്ടാണ് കറി ചോറ് വേഗം വെക്കുന്നത് കേട്ടോ. അപ്പോൾ ചോറിന് അരിയിട്ടു. പിന്നെ ചിക്കൻ കറി ഇതാ തേങ്ങ അരപ്പൊക്കെ റെഡിയാക്കി അരച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് സ്കൂള് 10 മണിക്കാണ് വണ്ടി വരിക. അപ്പോഴേക്കൊക്കെ ആയാൽ മതി. പിന്നെ ഞാൻ ഉള്ളിയിട്ട് വറവിടാൻ വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് എണ്ണയിൽ മൂപ്പിക്കുകയാണ്. തേങ്ങ വറുത്ത ചട്ടിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഉള്ളിയും മൂപ്പിക്കണത്. കാരണം ഒന്നെടുത്താൽ മതിയല്ലോ, അധികം എന്തിനാണ് കഴുകാനാക്കുന്നത്. അങ്ങനെ ചോറ് ഇതാ തിളയ്ക്കുന്നുണ്ട്. തീയുണ്ടല്ലേ, നല്ല ജ്വാലയാണ് കേട്ടോ. അങ്ങനെ ഉള്ളി മൂപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കറിവേപ്പിലയും ഇതൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കയ്യിൽ. കറിവേപ്പില ഇട്ട് കൊടുത്തപ്പോൾ ന്യൂട്ടൻ്റെ ചലനിയമമൊക്കെ ഓർമ്മ വന്നിട്ടു. മൂന്നാം ചലനിയമം, അതായത് ഒന്ന് ഇട്ട് കൊടുത്തപ്പോഴേക്ക് അതിൽ നിന്ന് തിരിച്ചും ഇങ്ങോട്ടുള്ളൊരു ഇത് വന്നു, ഓപ്പോസിറ്റ് റിയാക്ഷനും വന്നു. വെള്ളം ഉണ്ടായിരുന്നു കറിവേപ്പിൻ്റെ ഇലയിൽ. അങ്ങനെ ഇതാ നല്ല ഭംഗിയായിട്ടില്ലേ കറി കാണാൻ. അങ്ങനെ ഉള്ളിയൊക്കെ മൂപ്പിച്ച് കറിയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് കഴിക്കാനായിട്ട് 2 VIPs അവിടെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ഇതാ നമ്മുടെ VIP നമ്പർ 1 ഇതാ ടേബിളിൽ നിന്നൊക്കെ മാറിപ്പോയി ഇരിക്കുകയാണ് കേട്ടോ. അദ്ദേഹം ചെയ്യണം എന്താ വെച്ചാൽ ചപ്പാത്തീൻ്റെ ഒരു ഭാഗത്ത് കറി വെച്ചിട്ടുണ്ട്, എന്നിട്ട് മറ്റേ ചപ്പാത്തി സ്റ്റഫ് ചെയ്ത് റോൾ ചെയ്തൊക്കെ കഴിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കഴിക്കുന്ന കുട്ടികളൊക്കെ നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടോ? ഇങ്ങനെ കഴിക്കുന്നതൊക്കെയാണ് ഇത്ര പുതിയ ട്രെൻഡ് അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ ഇതാ നമ്മുടെ മര്യാദക്കാരി ഇതാ വന്നിട്ട് ഇതാ ഇരിക്കണം. കുളി കഴിഞ്ഞ് വന്ന് ഡ്രസ്സൊക്കെ മാറ്റിന്ന് കളർ ഡ്രസ്സാണ് കേട്ടോ സ്കൂളിലേക്ക്. ഓളിരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കഴിക്കുന്നതിന് മുന്നേ ഒക്കെ സൂപ്പർ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കേ.